ഗൈസ് നോക്കൂ, നമ്മളിപ്പോൾ ഉള്ളത് അൽമാറ്റിലാണ്. അവിടെ നിൽക്കേണ്ട കുഞ്ഞ്. ഗൈസ് നോക്കൂ, നമ്മളിപ്പോൾ അൽമാറ്റിലാണ്. നമ്മുടെ കൂടുതൽ ലബീബ് ഉണ്ട്, പിന്നെ സുലു ഉണ്ട്. സുലു ഇപ്പം വരും. ഗൈസ് നോക്കൂ, നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട്. നമ്മളങ്ങനെ നാട്ടിലേക്ക് പോവാണ് സുഹൃത്തുക്കളെ. എന്താണ് കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് ജോർജിയൻ വിസ ഉണ്ടായിരുന്നു, റഷ്യൻ ട്രാൻസിറ്റ് ചെയ്തേനെ. ഞങ്ങളുടെ കയ്യിൽ ക്രെഡിറ്റ് കാർഡ് നഷ്ടപ്പെട്ടുകൊണ്ട് എന്തായാലും നാട്ടിൽ പോകണം. അതിന് കാരണക്കാരനാണ് എന്നാണ് പോയാ കൈസ്. അതിന് കാരണക്കാരനായ മുതുകളവൻ എന്റെ ഫ്രണ്ടിൽ നിൽപ്പുണ്ട്. കേട്ടു എല്ലാവരും മാത്രം ഒന്നും അടുത്തൊന്നും പോയതല്ല, വണ്ടിയിൽ എവിടെ ഉണ്ട് കേട്ടോ. സെവിന്റെ അടുത്ത് പോയതല്ല, സെവിന്റെ അടുത്ത് കളഞ്ഞു പോയതാണ്. അപ്പൊ ആരും തെറി വിളിക്കില്ല സെവിനെ. നഷ്ടപ്പെടുത്തിയതാണ്. കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വണ്ടിയിൽ എവിടെയോ ഉണ്ട്. കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് മാത്രമാണ് അത് പോയത്. അത് കാരണം അവനെ ആരും ചീത്ത വിളിക്കുന്നത്. തെറി മാത്രമേ പറയാനുള്ളൂ. കാര്യങ്ങളിലേക്ക് വരാം. ദിവസം ഭയങ്കരമായിട്ട് സങ്കടമായിരുന്നു. എന്നെ എല്ലാരും തെറി വിളിക്കുന്നു, നല്ല ഹൃദയനാണ്. ഇങ്ങനത്തെ കേസിന്റെ അകത്ത് അവന് ഭയങ്കര ഇതില്ല, കാരണം എല്ലാരും തന്തയ്ക്ക് മാത്രം. ഗൈസ്, നമ്മൾ അന്ന് വന്ന അപ്പാർട്ട്മെന്റ്സ് ആണ് ഈ കാണുന്നത്. ഞാൻ ഇന്ന് എടുത്തു പറയുന്നതാണ്, USSRന്റെ അപ്പാർട്ട്മെന്റ്സ് ആയിരുന്നു ഇത്. സുലു വാടാ കുട്ടാ, സുലു വാ. ഇവന്റെ യഥാർത്ഥ പേര് എന്താ നിങ്ങൾക്ക് അറിയോ? പറയണോ ലബീബേ? പാവം, എല്ലാരും കൂടെ അവനെ സുലു എന്നാക്കി. ഗൈസ് നോക്കൂ, നമ്മൾ അന്ന് വന്ന പോലെയല്ല അല്ലേ? ഗൈസ് നോക്കൂ, അതായത് ചില കാര്യത്തിലും സുൽത്താനാ, അതെ, നാണക്കാരനുമാ. ഗൈസ്, നമ്മൾ അന്ന് വന്ന പോലെയല്ല, ഫുള്ള് മഞ്ഞായി. എല്ലാ ഭാഗങ്ങളും മൊത്തം മഞ്ഞാല് കുളിച്ച് കിടക്കും കേട്ടോ. നോക്കിയേ, ഫുൾ മഞ്ഞ്. നമ്മുടെ വണ്ടി ഇട്ട 2-3 ദിവസം കഴിയുമ്പോൾ നല്ല സ്നോഫോൾ ആവില്ലേ? ഇന്ന് രാത്രി കിട്ടുമോ? ഇന്ന് രാത്രിയിലാ? ഇന്ന് രാത്രി സ്റ്റാർട്ട് ആവും, നാളെ ഹെവി സ്നോ ആണ്. മോനെ കൈസ്, വേറൊരു കേസ് ഞാൻ പറയാം. അതായത് ഞങ്ങൾക്ക് സുലു പെട്ടി തന്നിട്ടുണ്ട്. ഞങ്ങൾ പെട്ടി മേടിക്കണം എന്ന് വിചാരിച്ചാണ്. അപ്പം പറഞ്ഞു 1 മാസത്തേക്കല്ലേ അവന്റെ പെട്ടി തരാന്ന് പറഞ്ഞു. അവരിനിയും എത്ര മാസം കഴിഞ്ഞാണ് വീട്ടിൽ പോകുന്നത്? 4, 5, 6 1 വർഷം കഴിഞ്ഞ് വീട്ടിൽ പോകുള്ളൂ. ഒരു ദിവസം 25 പൈസക്കാണ് ഞങ്ങൾ അവന്റെ അടുത്ത് പെട്ടി റെന്റ് മേടിച്ചേക്കുന്നത്. അപ്പം ഞങ്ങളുടെ വണ്ടിയിലെ കുറെ മസാലകളുണ്ട്, അത് എന്തായാലും വരുമ്പോഴത്തേക്കും പിന്നെ ഡേറ്റ് ഒക്കെ കഴിയും. അപ്പൊ അത് കുറെ സാധനങ്ങൾ, അതെ, അപ്പൊ അത് കുറച്ച് സാധനം ഇവർക്ക് കൊടുക്കണം, പിന്നെ കുറെ സാധനം ഞങ്ങൾക്ക് കൊണ്ടാണുള്ളതുണ്ട്. അപ്പൊ അതൊക്കെ കൈകാര്യം ചെയ്യണം. എന്താണ് നമ്മൾ നാട്ടിൽ പോകുന്ന വെച്ചാൽ ക്രെഡിറ്റ് കാർഡ് എടുക്കാനാണ്. പിന്നെ അതേപോലെ തന്നെ റഷ്യൻ സ്റ്റിക്കർ മൾട്ടിപ്പിൾ വിസ എടുക്കണം. നമ്മൾ വെറുതെ ഡൽഹി പോയി നിന്നിട്ട് എക്സ്പ്രസ് വിസ എടുത്ത് പൈസ അവർ കൂടുതൽ കൊടുക്കേണ്ട. അതിൽ 7 ദിവസം നിന്നാലും കണക്കൊക്കെ തന്നെയാണ്. അപ്പൊ നമുക്ക് പിന്നെ പ്രത്യേകം നമ്മുടെ നാട്ടിലോട്ട് ഇത് ചിലപ്പോൾ കൊറിയർ അയക്കാൻ വരുന്നത്. നമ്മുടെ റൂറൽ ഏരിയ ആയതുകൊണ്ട് ചിലപ്പോൾ 10 ദിവസം എടുക്കും. യെസ് ഗൈസ്, നോക്കൂ, അപ്പോൾ നമ്മൾ വണ്ടിയിലെ സാധനങ്ങൾ ഇറക്കുന്നു, കുറച്ച് സാധനങ്ങൾ ഉള്ളിൽ കയറ്റുന്നു. എന്നിട്ട് നമ്മൾ ഇന്ന് രാത്രി 1:35 ഇൻഡിഗോ ഫ്ലൈറ്റിൽ കണ്ണൂർ പോയി ഇറങ്ങുന്നു. ഫ്ലൈറ്റ് ആണ് ഇപ്പൊ ഇന്ത്യ ബൈ ഇൻഡിഗോ. വണ്ടി മൊത്തം അലമ്പായി നശിച്ച് നാരണക്കല്ലേ കിടക്കും. 6 മണി വരെ ഉള്ളൂ കേട്ടോ അയാള്. അതിന്റെ മുമ്പേ പോണം. 6 മണി വരെ അല്ലേടോ ഉള്ളൂ. സുലു എത്ര മണിയാ? ഗൈസ്, ഇവരായിരുന്നോട്ടോ കഴിഞ്ഞ പ്രാവശ്യം മൊത്തം നോക്കിയത്. ഈ പ്രാവശ്യം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാ 2 ദിവസം കൂടുമ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ മഞ്ഞ് പെയ്യുമ്പോൾ പണി പാളും. ഹൈറ്റ് വരാൻ സാധ്യതയുണ്ടോടാ? ഹൈറ്റ് വങ്ങാൻ സാധ്യതയുണ്ടോ മഞ്ഞ്? ഈ ഒരു ലെവലേ ഉണ്ടാവുള്ളൂ ഗൈസ്. ഡിസംബർ കഴിഞ്ഞ് ജനുവരി ഫെബ്രുവരി അല്ലേ ഗൈസ്? വണ്ടി മൊത്തം വൃത്തിയാക്കണം. ഹീറ്ററൊക്കെ വർക്കാവുന്നുണ്ട്. കുറേ സാധനങ്ങൾ എടുക്കാണ്ട് സുഹൃത്തുക്കളെ, അതെല്ലാം നമുക്ക് എടുക്കണം കേട്ടോ. എന്തോരം മസാല ഉണ്ടെന്നറിയോ? എനിക്ക് തോന്നുന്നു എല്ലാം കൂടെ ഒരു 15 കിലോ. മലബാർ കോഫി, മലബാർ മീറ്റ്, ചിക്കൻ, പരിപ്പ്, കുരുമുളക് പൊടി, ദൂരമുണ്ടെന്നറിയോ മലബാറിന്റെ തന്നെ ഒരു ലോഡ് സാധനം ഉണ്ട് കേട്ടോ. നോക്കൂ, ഫൈനലി നമ്മുടെ വണ്ടിയിലെ സാധനങ്ങളെല്ലാം എടുത്തു. ഇത്രയോ നേരം വരെ ഒരു പജീറോ സ്പോർട്ടുകാര് പജീറോ ഇവിടെ ഇട്ട് തിരിയായിരുന്നു കേട്ടോ. അല്ലടാ കൈസ്, നമ്മൾ വണ്ടി എടുത്ത് പാർക്കിങ്ങിലേക്ക് പോവാണ്. വണ്ടിയിൽ ഓൾമോസ്റ്റ് എല്ലാ സാധനവും ഇറക്കി. ഇനിയൊന്നും ഇറക്കാനൊന്നുമില്ല. ബാക്കിയൊക്കെ നമ്മൾ ഇതേ ഈ കാണുന്ന ഇവരുടെ അപ്പാർട്ട്മെന്റിലേക്ക് കയറ്റി. സെബിൻ വരുന്നുണ്ട് പണംബായികുമായിട്ട്. അതാണ് പണംബായി. നീ വാടാ, യാൻഡക്സിൽ നമുക്ക് വരാടാ, വാടാ പോവാടാ ലഭ്യ. ഗൈസ് നോക്കൂ, ഇവനെ ഇനി ഇവിടെ നിന്ന് എടുത്തിട്ട് വേണം നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ടോ. ഗൈസ് ഫൈനലി അങ്ങനെ വണ്ടി കാലിയാക്കി, നമ്മളെല്ലാ കാര്യങ്ങളും റെഡിയാക്കി അല്ലേ സെവിനെ? ഫുൾ റെഡി അല്ലേ? എന്തെങ്കിലും ഉണ്ടോന്ന് നോക്കിയാ? പെട്ടിയൊക്കെ തുറന്നു കാണിച്ചാൽ ഒന്നുമില്ല. ആ ഉള്ളിലെ പെട്ടിയൊക്കെ തുറന്നു കാണിച്ച് ഒന്നുമില്ല, എല്ലാം കാലി. ഇനി ഉണ്ടെന്ന് വെച്ചാൽ ഒരു ക്യാമറയുണ്ട്. ആ ക്യാമറ എന്നാ ചെയ്യുന്നേ? ബേക്കത്തെയോ? അത്തിരുന്നോട്ടെ. കുറച്ച് അരി ഇരിപ്പുണ്ട്. അരി ബാത്റൂമിന്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് പോയി നോക്കിയാലേ ഇവനെ. നീ ഇന്ന് പോയി നോക്കട്ടെ സെബിനെ. അല്ല, ഇതിന്റെ അകത്ത് കുക്കറും മറ്റേ പാത്രം കഴുകി വെച്ചില്ലേ? അങ്ങനെ പറയരുത്.
കുക്കർ റെഡിയാക്കി വെച്ചു. ഇത്രയും നേരം വരെ ക്ലൗഡി കാലാവസ്ഥയായിരുന്നു. ഇപ്പൊ ഒരു ഇച്ചിരി നേരം വെളുത്ത പോലെ വെയിൽ തെളിഞ്ഞു കേട്ടോ. ഫുള്ള് മഞ്ഞാണ്. ഇവിടുത്തെ യുവതി യുവാക്കൾ ഈ വാഹനത്തെ തന്നെ ശ്രദ്ധിക്കട്ടെ. കണ്ണു വെക്കായിരുന്നാ മതി. അടുത്ത പ്രാവശ്യം വരുമ്പോൾ മറ്റേ കണ്ണിന് കിട്ടുന്ന സാധനം കൊണ്ടുവന്നു അല്ലടാ. അത് തന്നെ അത് തന്നെ കരിങ്കണ്ണ ആ സാധനം കൊണ്ടുവരണം കേട്ടോ. ഹായ് ഹായ്. വാഹനമേ ഞങ്ങളൊരു പെട്രോൾ പമ്പിൽ കൊണ്ടുവന്നു. സംഭവം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാലേ നമ്മുടെ വണ്ടിക്കുള്ളിൽ സാധാരണ വാട്ടർ കണ്ടന്റ് ആണ്. അപ്പം ഇവിടുന്ന് നമുക്ക് കൂളൻ്റ് ഓയിൽ മേടിച്ച് ഒഴിക്കണില്ല. നമ്മുടെ വണ്ടി പണി വളമ്പാടാ. എടി ഇതാണോടാ വിന്റർ. ഓ ഇഷ ആ അതല്ല നമുക്ക് മേടിക്കേണ്ടത് മേടിക്കല്ലേ പിന്നെ. ഓക്കെ ഊത് ആ ഗൈസ് ഈ ആന്റി ഫ്രീസ് ആ റെഡ് കളറുള്ള സാധനം മേടിക്കാം കേട്ടോ. ആന്റി ഫ്രീസ് ഇത് തന്നെ സാധനം തോന്നുന്നു. ഇത് തന്നെയാണ് സാധനം. -40 വരെ ഈ സാധനം പോകൂട്ടാ. അതാണ് ഇതിന്റെ ഗുണം. അപ്പം ഇത് തന്നെ മേടിച്ചാക്കാം കേട്ടോ. വേറെ ഇവിടെ പല പല സാധനങ്ങളുണ്ട്. നമ്മുടെ ഇവിടെ ഈ തണുപ്പായതുകൊണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ടാവും കേട്ടോ. പച്ചയുണ്ട്, ചുവപ്പുണ്ട്, എല്ലാം ഉണ്ട്. ആ ഇത് തന്നെ ഇത് തന്നെ ഇപ്പം തന്നെ പണി നടത്തണം. നോക്കൂ ഫൈനലി ബോണ്ട് തുറക്കാതെ എങ്ങനെയാണ് ഓല് വയ്ക്കുക? അല്ല ആദ്യം ഊരി വിടണം, അന്നേരം ഒഴിക്കാൻ പറ്റുള്ളൂ. ആ വെള്ളമല്ലേ നീ മറ്റേ അത് ഇത് നോക്കിയാൽ ഇന്ന് മാറിലുണ്ടാവും. സെബി നയാത്തു രാജിക്കത്ത് എവിടെ ഊരി വിടാനാ? ഈ സാധനം ഇത് ഊരുന്നു, ഇതിന്റെ അടിയിൽ നിന്ന് ഊരുന്നു. മേളിന്ന് വരുന്നുണ്ടോ? ഒന്നുമില്ലടാ, ടാപ്പ് ഊരാനേ ഉള്ളൂ. പുള്ളിക്കാരൻ വന്ന് നോക്കുന്നുള്ളന്നേ. പുള്ളിക്കാരൻ ഇങ്ങോട്ടല്ല വന്നേ. ആ ഗൈസ് ഈ കാണുന്ന ടാപ്പ് ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ എടാ അപ്പം തന്നെ ഷീറ്റ് വലിക്കണേ. റേഡിയേറ്ററിലെ വെള്ളം പോവും. ഇല്ലേല് ഈ കാണുന്നത് പ്ലാസ്റ്റിക്കിന്റെ ടാങ്കാണ്. നമ്മൾ വരുമ്പോഴത്തേക്കും പച്ചവെള്ളമാണ്, ഈ ടാങ്ക് പൊട്ടിപ്പോവും. കൂളൻ്റ് ഓയിൽ തന്നെ ഒഴിക്കണം. ബെൽറ്റൊക്കെ കുതാകാതെ ആട്ടോ, എല്ലാം വരുമ്പോഴത്തേക്കും മാറണം. 1 2 3 അയ്യോ എൻ്റെ തലേ. ഗൈസ് കൂളൻ്റ് അല്ല, പച്ചവെള്ളം, ചെളി, നല്ല കളറ്. ടാപ്പത് അങ്ങ് കിടക്കും കേട്ടോടാ. ഇനി വണ്ടി ഇവിടുന്ന് മാറ്റണം കേട്ടോ. ഗൈസ് ഇത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇതിന്റെ ഉദ്ദേശശുദ്ധി ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ പ്ലാസ്റ്റിക് ടാങ്കാണ് റേഡിയേറ്ററിന്റെ അടിയിലെ. അപ്പൊ ഇത് പൊട്ടും. ഇത് നോക്കിയേ, കച്ചറ നോക്കിയേ ഗൈസ്. അപ്പൊ റേഡിയേറ്റർ പൊട്ടും. അപ്പൊ ആ കാണുന്ന ആന്റി ഫ്രീസ് കരിമുണ്ട് കൈകൊണ്ട് പൊക്കി പിടിക്കുമല്ലോ. ആന്റി ഫ്രീസ് ഈ സാധനം ഒഴിച്ചു കഴിഞ്ഞാൽ മൊത്തം പൊട്ടിക്കണ്ടേ? ഒരു സൈഡ് പൊട്ടിക്കണേ, കറക്റ്റായിട്ട് കിട്ടും. മൊത്തം പൊട്ടിക്കരുത്. പൊട്ടിച്ചു, ഇനി താഴെ പോവും. നല്ല സാധനമാണല്ലോ ഇതിന് അല്ലേ? എനിക്ക് തോന്നി ഇത് കൂട്ട് ഒന്നും കൂടെ വാങ്ങണമെന്ന് തോന്നേ. ലിറ്റർ പോയി കാണൂടാ. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു രാജ്യത്ത് ഓടിച്ചിട്ട് റേഡിയേറ്ററിൽ വെള്ളം ഓടിച്ചിട്ടോ. പിന്നെ ചരിത്രത്തിൽ റേഡിയേറ്ററിൽ വെള്ളം ഒഴിച്ചിട്ടില്ല. പിന്നെ നമ്മുടെ വണ്ടി അല്ലെങ്കിലും എങ്ങനെ തോന്നി 10,000, 15,000, 20,000 കിലോമീറ്റർ ഒക്കെ വെള്ളം പോരാതെ ഓടും. പിന്നെ ഇവിടെ തണുപ്പും കൂടിയല്ലേ, എഞ്ചിന് അത്ര വെള്ളം എടുക്കേണ്ട കാര്യമില്ല. നീ വെള്ളം എത്ര മണി വരെ ഉണ്ടാ? 6 അല്ലേ? ഇത്ര ലിറ്റർ പോയടാ. 5 പോരാ. ഇനി ബാക്കി വെള്ളം ഒഴിച്ചാലോ? ഇതിനകത്ത് ഇനി വെള്ളം ഒഴിക്കണ്ട. ഇത് തികയില്ല, ഒന്നുമില്ല. ഒന്നും കൂടെ വാങ്ങേണ്ടി വരും. ഒന്നും കൂടെ വാങ്ങിയാലോ? ഫുള്ള് നിറയണമെന്നൊന്നുമില്ല. 5 ലിറ്റർ അല്ല ഇതിന്റെ കപ്പാസിറ്റി. നിറഞ്ഞാ? ഫുള്ള് നിറയണ നിർബന്ധമൊന്നുമില്ല. ഇനി അടിയിൽ ഓട്ടയുണ്ടോന്ന് നോക്കി. 5 ലിറ്റർ വരാൻ പോവാം. 30 വരെ പോകത്തുള്ളൂ. -40 വരെ പോകാൻ പറ്റും. ഈ കന്നാസ് ഇതിനകത്ത് വെച്ചാൽ അല്ല, നിങ്ങൾ അഥവാ എണ്ണ തീർന്നു കഴിഞ്ഞാൽ ബേക്കിലേക്ക് തീർക്കണം. എണ്ണയും കൂടെ അടിച്ചിട്ടിട്ട് പോകുന്നതായിരിക്കും നല്ലതെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. അതാ വീഡിയോ ഫോട്ടോ ഏതെങ്കിലും നീ അടിച്ചോ കിട്ടുന്നേ. മഞ്ഞ് വീണ് കിടക്കുന്നല്ലേ? ഏതോ പഴയ വണ്ടി കിടക്കുന്ന ചായക്കാന്ന് വെച്ചാല്
ഓ ചായക്ക ഇത് വെറൈറ്റി കാർ. ഇവിടുന്ന് ഫോട്ടോ എടുക്കാം. അത് മൈക്കിൽ കൂടെ ഒക്കെ വിളിച്ചു പറയുന്നുണ്ട് ഇവരോട് അങ്ങോട്ട് ചെല്ലാൻ. ഞങ്ങൾ അങ്ങനെ എണ്ണ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. 30 ലിറ്റർ എണ്ണ. അത് കഴിഞ്ഞാണ് ഞങ്ങൾ നേരെ അങ്കിളിൻ്റെ അടുത്തു. അങ്കിൾ 6 മണി വരെ ഉള്ളൂ. അതിൻ്റെ ഇപ്പുറത്തേക്ക് വേണം കാര്യങ്ങളൊക്കെ നമുക്ക് കൈകാര്യം ചെയ്തെടുക്കാൻ. അല്ലടാ ഈ കാണുന്ന സ്കാനർ നിങ്ങൾക്ക് എന്തെങ്കിലും അയച്ചു കൊടുക്കണ്ട, അയച്ചു കൊടുത്തോ. പക്ഷെ പോരൂല, കാശ് പോവും. ഫൈനലി നമ്മുടെ വണ്ടി അങ്ങനെ നമ്മുടെ സ്ഥിരം പാർക്കിംഗ് കൊണ്ടുവന്നു. ഒരു മാസത്തേക്ക് 2000 രൂപ. 2000 സംതിങ് രൂപ. 2000 സംതിങ് രൂപ ആണോ? 12,000 ടെങ്കി. 12,000 ടെങ്കി കൊടുത്തോട്ടോ സെവിനെ. 12,000. ഫൈനലി നമ്മുടെ വേണ്ട, ആ സമയത്ത് ഇവര് കൊടുത്തോളൂ. അതോ ലേറ്റ് ആയി കഴിഞ്ഞാല് ഫുള്ള് സ്നോ വീണ് കൊടുക്കുവാണ്. ഇതൊക്കെ ബ്ലാക്ക് ഐസ് ആണ്. എല്ലാ സ്ഥലങ്ങളും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. ഇവിടെ ഇഷ്ടം പോലെ വാഹനങ്ങൾ ഇതേപോലെ വെച്ചിട്ട് പോകുന്നുണ്ട് കേട്ടോ. അതാണ് ഇതിന്റെ പ്രത്യേകത. പിന്നെ പുള്ളീനെ പ്രത്യേകിച്ച് ഞാൻ പരിചയപ്പെടുത്തുന്ന കാര്യമില്ല. പുള്ളിയാണ് നമ്മുടെ വണ്ടി നോക്കുന്നത്. നല്ല വൃത്തിയായിട്ട് നോക്കണം. നോക്കിയേ, വണ്ടി കിടക്കുന്നിടത്തെല്ലാം മഞ്ഞ് കണ്ടോ, കറ 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 കറാന്ന് പറഞ്ഞ് കിടക്കുന്നത്. നോക്കിയേ, ഐസ് നോക്കിയേ. ദേ ചുഴലി, ചുഴലിക്കാറ്റ്. ഈ ഐഫോണെ ഇൻബിൽറ്റ് മറ്റേ ഇപ്പം പുതിയ എന്തൊരു ഇത് വന്നിട്ടുണ്ട്. അതായത് വിൻഡൊക്കെ നോയിസ് ക്യാൻസലേഷൻ ഒക്കെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇപ്പം അത്യാവശ്യം നല്ല കാറ്റാ. ഫൈനലി വണ്ടി പിടിയിട്ടു. പിള്ളേർക്കെല്ലാം അറിയാവുന്നതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല വണ്ടീനെ കുറിച്ച്. ഇത് കണ്ടോ ഫുള്ള്. ഇനിയിപ്പോൾ ഇവിടെ വരാൻ നേരത്ത് വണ്ടിയുടെ അരപ്പൊക്കം ഫുള്ള് മഞ്ഞായിരിക്കും. വണ്ടി ഒന്നും കൂടെ ലാസ്റ്റ് പരിശോധിക്കണം. ഫുള്ള് കട്ടൗട്ടർ ഓഫ് ആക്കണം. അതിന് മുന്നായിട്ട് കൊടുത്തോടാ. എത്രയായി? അതിനാ എന്തോ കോടികൾ ലക്ഷങ്ങൾ വേണം. അതാണ് ഇവിടെ നടക്കൂല, തന്നെ നടക്കൂല. ഈ കാണുന്നൊക്കെ USSR ടൈപ്പ് അപ്പാർട്ട്മെന്റ്സ് ആട്ടോ. അല്ലല്ല, ഇത് പുതിയതല്ലടാ. ഇത് കുറച്ച് പുതിയതാണല്ലോ. ആണോ? നമുക്ക് ഇതേപോലത്തെ ഇതിന്റെ ഉള്ളിൽ കയറ്റാൻ പറ്റണ വണ്ടിക്ക് അത് സ്നോ ഒന്നും വീഴാതെ വൃത്തിക്ക് കിടന്നാണ്. ബില്ല് ഒന്നുമില്ല ഇവിടെ. ഇയാൾ നമുക്ക് ഇപ്പം വെച്ച് പരിചയമുണ്ടല്ലോ. വണ്ടി തുറക്കുന്നു. ഈ ഹീറ്റർ എപ്പോഴും ഓണും വർക്കും ആയിരിക്കും. അതിനാദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ എല്ലാം കണക്ഷൻ ഊരിയിടുക. ഇല്ല ബാറ്ററി തീരും, ഇവർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ജമ്പറൊക്കെ കൊണ്ടുവരേണ്ടി വരും. അപ്പം ആ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം. ഫൈനലി ആ സാധനം ഓഫാക്കി പോകെ കേട്ടോ. അത് ഞാൻ പിന്നെ എടുത്ത് കൊടുത്തു. ഗോപ്രോ തന്നില്ലേ? എല്ലാം ലൈറ്റുകളെല്ലാം ഓഫ്. അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നിനക്കെല്ലാം അറിയാമല്ലോ. ഇവർ കുറേ നാളായിട്ട് ഇത് ഉപയോഗിച്ചുകൊണ്ട് ഇവർക്ക് കറക്റ്റ് അറിയാട്ടെ. ഇവർ എല്ലാ ദിവസം സ്റ്റാർട്ട് ചെയ്തിടും. ഇവരെ സ്റ്റാർട്ട് ചെയ്ത് വിടുന്നതുകൊണ്ടാണ് വലിയ കുഴപ്പങ്ങളില്ലാത്ത. അല്ലെങ്കിൽ നമ്മൾ പാടുപെടും, വണ്ടി ജാമായി പോകും. അതാ കട്ടൗട്ടർ ഫുൾ ലൈറ്റ് ഫുൾ സെറ്റപ്പ് ഓഫ്. അതാണ് അതിൻ്റെ ഒരു രീതി. ഇല്ലെങ്കിൽ പാടുപെടും കേട്ടോ. അപ്പോൾ ഇനിയിപ്പം ഞാൻ എൻ്റെ പയ്യനോട് പറഞ്ഞിട്ടുണ്ട്, പഴയ പ്രതാപത്തിലായിരിക്കും നമ്മൾ ഇനി യാത്ര ചെയ്യാൻ പോകുന്നതെന്നുള്ള പ്രോമിസ് കൊടുത്തിട്ടുണ്ട് എൻ്റെ ടീറ്റി കുട്ടിക്ക്. വേണ്ട അതിന് അവിടെ പിടിച്ചിട്ട് ഇനി അവിടെ പ്രശ്നമാണ്. പഴയ പ്രതാപം ഞങ്ങൾ വീണ്ടെടുക്കും. ഐ എം ഷുവർ ഗൈസ്. ഫൈനൽ ചെക്കപ്പ് കഴിഞ്ഞ് വണ്ടിയിൽ നിന്ന് ലിബിൻ ഇറങ്ങുകയാണ്. നല്ല രീതിയിലുള്ള തണുപ്പ് തുടങ്ങി. പോവാം കുട്ടികളെ, പോകാം. ആണോ? യാൻഡെക്സിലാട്ടോ നമ്മളിനി പോകുന്ന. യാൻഡെക്സ് ഗൈസ് നോക്കൂ. ഇനി ഇവരുടെ റൂമിൽ ചെല്ലുന്നു, ഡ്രസ്സുകളൊക്കെ അടുക്കി വെക്കുന്നു, കുളിക്കുന്നു. 1:30 ഫ്ലൈറ്റ്. അപ്രോക്സിമേറ്റ് ഒരു 12 മണിക്ക് നമുക്ക് പോയേക്കാം അല്ലേ? ആണോ? 11:30 പോണോ? നോക്കേ. എന്റെ കൈ വിറയ്ക്കുന്നു കുട്ടികളെ. വണ്ടി അടഞ്ഞോ? ഉറപ്പ് വരുത്തിയോ? ഓക്കെ. അതെ, അങ്ങനെ കാട് പോയി എന്നെ സബ്സ്ക്രൈബേഴ്സ് തെറി വിളിച്ചെന്ന് പറഞ്ഞ. അതെ, വണ്ടിയൊക്കെ വെച്ച് ഞങ്ങൾ പുറത്തിറങ്ങി. എല്ലായിടത്തും മഞ്ഞ് വീണ് കിടക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ മാറും. നമ്മളൊരു ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്, അതായത് റൂമിലേക്ക് പോകാൻ വേണ്ടി. പക്ഷെ ടാക്സി മാത്രം കാണുന്നില്ല. ഏതാടാ? കണ്ടോടാ? ദൈവമേ, അത് പോയി കഴിഞ്ഞാൽ നമ്മൾ പെടുള്ളൂ. അവിടെ എനിക്ക് പോയോന്ന് സംശയമുണ്ട് കേട്ടോ. പൈസ അത്യാവശ്യം വൈകുന്നേരം ആയപ്പോൾ നല്ല രീതിയിൽ തിരക്ക് തുടങ്ങി കേട്ടോ. ഇതിലേതാണാവോ? എവിടെയാണ് നമ്മുടെ ലൊക്കേഷൻ കാണുന്നത്? നമ്മുടെ നാട്ടില് യൂബർ ആണെങ്കിൽ ഇവിടെ യാൻഡെക്സ് എന്ന് കാണിച്ചു വിട്ടാ ഉൾഭാഗം ഇങ്ങനെ ആയിരിക്കും കേട്ടോ. യാൻഡെക്സ് ആദ്യത്തെ ടാക്സിക്കാരൻ ഞങ്ങളെ പറ്റിച്ചിട്ട് പോയി.
നമ്മളെ പിക്ക് ചെയ്തെന്ന് പറഞ്ഞിട്ട് നേരെ നമ്മളുടെ മറ്റേ ലൊക്കേഷനിലോട്ട് പോയിട്ടുണ്ട്. അപ്പൊ പുള്ളിക്കാരൻ കംപ്ലൈന്റ് അടിച്ചാലും പൈസ പോകില്ല, അല്ലെങ്കിൽ പൈസ നമ്മുടെ നാട്ടിൽ ഊബറിനൊക്കെ നമ്മൾ കയറി OTP പറഞ്ഞു കൊടുക്കണം. ഇതന്നെ തോണി പോലെ ഇരിക്കുന്ന ഹോണ്ടയുടെ ഒരു വെട്ടിക്കെട്ട് സാധനം. വാട്ട് ഈസ് യുവർ നെയിം? മിറാസ്. പാമ്പൻ ഡ്രിഫ്റ്റിങ്ങും പരിപാടിയൊക്കെ കേട്ടോ. ഞങ്ങളുടെ ട്രൗസർ കയറി കൈ കിട്ടിയത് ഓട്ടോമാറ്റിക് ഒരു ഹോണ്ടയുടെ വണ്ടിയാണ്. ക്രിസ്മസിനോട് അനുബന്ധപ്പെട്ടുള്ള ഫ്ലാഗും സാധനങ്ങളൊക്കെ ഉണ്ട്. മിറാസ് എന്ന് പറഞ്ഞ ആള് ഞങ്ങളുടെ ട്രൗസർ കയറി എന്നെ കറക്കും തിരിയും പരിപാടിയൊക്കെ പുള്ളി ഡ്രിഫ്റ്റിങ്. പുള്ളി ഇവിടുത്തെ ഷുമാക്കറാണ്. എന്നുവെച്ചാ ഇതുണ്ടോ വാളൊക്കെ ആട്ടോ, വാള് നോക്കിയേ എന്നാ സാധനങ്ങളൊക്കെ നോക്കി ഗൈസ്. ഞങ്ങളുടെ ട്രൗസർ കീറി ഡ്രിഫ്റ്റ് ചെയ്ത് കറക്കി അവിടെ കൊണ്ടുവന്നു കേട്ടോ. ഇവിടുത്തെ 2000 രൂപ പുള്ളി പറഞ്ഞിട്ടില്ല, നിങ്ങളെല്ലാം ഉറങ്ങിയപ്പോ ഞാൻ ഒന്ന് കറക്കിയതാണ്. ഗൈസ് ഫൈനലി ഞങ്ങൾ പോവാണ്. ഞങ്ങളുടെ കുട്ടി എത്തിയിരിക്കുകയാണ്, തൊയ്ബ് കുട്ടി. ഇതാരാ? തൗസിക്കുട്ടി. ഇതാ സൂസിക്കുട്ടി. ഗൈസ് ഞങ്ങളുടെ ലഗേജും സാധനങ്ങളൊക്കെ ഓരോന്നായിട്ട് എടുത്തു. ഇവിടെ 2 ബാഗും കൂടെ ഉണ്ട്. അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഇവരുടെ ബാഗ് കേട്ടോ ഇന്ത്യന് മേടിച്ചോണ്ട് പോകുന്നതാണ്. ഒന്ന് അറിയാടാ, ഒന്ന് തൊയ്ബിന്റെ. അപ്പൊ സുലുവിനും ലബീനെയാണ് നമ്മൾ കൂടുതൽ പരിഗണിക്കേണ്ടത് അല്ലേ? 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 അല്ല 200 ഗ്രാം ആക്കാം. ഗൈസ് വണ്ടി എപ്പോ എത്തൂടാ? എത്തിയോ? എടുത്തോ എടാ. ഗൈസ് പുറത്തെ മഞ്ഞ് നോക്കിക്കേ, അസാമാന്യ മഞ്ഞ്. 1:30 നമുക്ക് ഫ്ലൈറ്റ്. ഗൈസ് 1:30 നമ്മുടെ ഇന്ത്യക്ക്. ഇത് പിള്ളേർ ഓരോന്നായിട്ട് പെട്ടി ഇറക്കി. ഞങ്ങളുടെ തുണി തന്നെ ആട്ടോ ഇത്. ഹൗ അലക്കാത്ത തുണികൾ. ഒരു മാസമായിട്ട് 2 മാസമായിട്ട് അലക്കാത്ത തുണികളാ മൊത്തം. ഇതിന്റെ പുക പോന്നേ. സുഹൃത്തുക്കളെ ആരും സിഗരറ്റ് വലിച്ചാൽ തെറ്റിദ്ധരിക്കരുത്. നമുക്ക് അങ്ങനെ ശീലമില്ല. മഞ്ഞിന്റെ അതിപ്രസരം മൂലം ഉണ്ടായ തൊയ്വന്നെ കാണിക്കാൻ തൊയ്വേ. അസാമാന്യ മഞ്ഞെന്ന് വെച്ചാൽ അസാമാന്യ മഞ്ഞാണ്. ഞങ്ങൾ ഇച്ചിരി നേരത്തെ പോകണം, കാരണം ട്രാഫിക്കിൽ ചിലപ്പോൾ പണി കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം റോഡൊക്കെ ഏകദേശം ഇതേപോലെ ആട്ടോ കിടക്കാം. -3 ഇപ്പോഴത്തെ ടെമ്പറേച്ചർ. അസാമാന്യ ടെമ്പറേച്ചർ ആട്ടോ. തൊയ്വിന്റെ മുടിയൊക്കെ നരച്ചല്ലോ. ഗൈസ് ഞങ്ങള് വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. വണ്ടി ഇതുവരെ വന്നില്ല കേട്ടോ. 1 മിനിറ്റുള്ള എത്തുന്ന പറഞ്ഞേ. എടാ ഈ മഞ്ഞിങ്ങനെ പെയ്യണ രാത്രി ഇല്ല, പകല് മാത്രമായിരിക്കും. എങ്ങനെയായിരിക്കും ക്ലൈമറ്റ്? അല്ല രാത്രിയില് ആണോ? ഹോണ്ടയുടെ ഒരു വണ്ടിയാണ് വന്നിരിക്കുന്നത്. അസാമാന്യ വണ്ടിയാ. എന്നാ മഞ്ഞാന്നറിയാവോ? നമുക്ക് ലഗേജ് ആണ് ആദ്യം എടുത്തു വെക്കണ്ടേ. തൊയ്വേ നമുക്ക് ലഗേജ് ആട്ടോ മെയിൻ. ബേക്കില് വെൽഫെയർ പോലത്തെ സെറ്റപ്പ് ആട്ടോ. ഓ ഇതാണ് ആള്. പുള്ളിയുടെ പേരെന്നാ? ചൊറക്കല്ലെന്ന്. അങ്ങനെയൊക്കെ ഉണ്ടോ? ഇതാണ് സാധനം തുറന്നു. എന്നാ മഞ്ഞാന്ന് നോക്കിയേ. ഓ സ്പേസ് ഉണ്ട് കേട്ടോ ഇഷ്ടം പോലെ. അതിനാ എന്റെ മോ മഞ്ഞ് പെയ്യുന്ന നോക്കിയേ. അസാമാന്യ മഞ്ഞാട്ടോ. അതിനാ ആണോ? എടാ അങ്ങനെ സൈഡിലേക്ക് ചെരിവൊന്നുമില്ലോ, എല്ലാം വെച്ചാടോ. ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി വീഴൊന്നും ഇല്ലടാ. അതിനാ ഇത് ലാപ്ടോപ്പ് ആട്ടോ. പോടാ. അസാമാന്യ മഞ്ഞാണേ. മഞ്ഞ് നോക്കിയേ. ഓ ചവിട്ടിയ സ്ഥലം നോക്കിയാ നിങ്ങള്. ഏതേതാക്കണ്ട പ്ലീസ്. എടാ കാല് ഏടാ കഷ്ടമുണ്ടോ കേട്ടോ. ഗൈസ് എന്താ മഞ്ഞ് കേറിയില്ലേ? ഗ്യാസ് ആട്ടോ വണ്ടി. എല്ലാം കേറിയില്ലടാ. ഐഡിയ ഉള്ളവനാട്ടോ. അതിനാടാ. ഓ ഗുഡ് യു ആർ എ വെരി ഐഡിയ മാൻ. ഫുള്ള് മഞ്ഞാട്ടോ. നോക്കിയാ വണ്ടിയൊക്കെ ഫുള്ള് മഞ്ഞ. കേരട്ട ഗൈസ് അത്യാവശ്യം നല്ല രീതിയിലുള്ള മഞ്ഞ് കയറി. എന്റെ അമ്മോ. നോക്കൂ പുള്ളിക്കാരൻ പറഞ്ഞത്. ഓക്കെ പെട്ടെന്ന് ഞങ്ങള് ഈ കാണുന്ന നമ്മുടെ അപ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്തിറങ്ങി
റോഡിന്റെ അവസ്ഥയൊക്കെ വളരെ കഷ്ടം കേട്ടോ. കണ്ടോ എടാ, നീ പറഞ്ഞു ശരിയാട്ടോടാ, ഇച്ചിരി നേരത്തെ ഇറങ്ങി നന്നായി. സെബിനെ, നമ്മള് വരുമ്പോഴൊക്കെയാണല്ലോ ഇനി വിന്റർ ടയർ ഇല്ല നമ്മൾ ചിന്തിക്കേ വേണ്ട കേട്ടോ. ഇനി ഒന്നും ചെയ്യാനല്ലേ, വിന്റർ ടയർ മേടിക്കുക, എന്നിട്ട് വണ്ടി ഓടിക്കുക, അല്ലെ ഓടിക്കാതിരിക്കുക. ഗൈസ് ഇങ്ങോട്ടൊക്കെ നോക്കിയേ, മഞ്ഞ് വീണ് കിടക്കുന്ന പൊന്നെ, റോഡിന്റെ ഗതി മാറിയത് നോക്കിയേ. രാവിലെ പോലുള്ളായിരിക്കും, അതെല്ലാം അങ്ങനെ തന്നെയാടാ. ടഫ്. എൻജോയ് ചെയ്തോളാം തന്നെ പറഞ്ഞ കേട്ടോ. അവർക്ക് ഇതൊന്നൊരു വിഷയമുള്ള കേസല്ലോ. ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ളതാണ് പുള്ളി പറഞ്ഞത്. ഗൈസ് നോക്കൂ, ഈ സഞ്ചരിക്കുന്ന നിസാന്റെ വണ്ടിയാണ് ഇത്. അമേരിക്കയിൽ ഇറങ്ങുന്ന വണ്ടിയെ പോലും ഇത്. അമേരിക്കയിൽ മറ്റേ ഇതുണ്ടാവില്ല, തട്ടുമുട്ടുണ്ടാകുമ്പോൾ ഇൻഷുറൻസിൽ ക്ലോസ് ആയിട്ട് അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന വണ്ടിയാണെന്നാണ് മിസ്റ്റർ ഉദാ. അമേരിക്ക അമേരിക്കൻ കാറാട്ടോ, അമേരിക്കൻ. കസാഖിസ്ഥാൻ. പുള്ളി പറയുന്നത് നമ്മൾ അംഗീകരിക്കുമല്ലേ. ഇതൊക്കെ എന്താ പറയാ, അതായത് പൊടിപടലങ്ങളൊക്കെ അടിച്ചു വരുന്ന പോലെയാണ് ഇവിടെ മഞ്ഞടിച്ചു വരുന്നത്. എന്താ മഞ്ഞ. നമ്മൾ ഓരോരുത്തരും ബാഗും പെട്ടി ഓരോന്നായിട്ട് ഇറക്കട്ടെ. എടാ മണി എന്നല്ലേ പറഞ്ഞു പുള്ളി കാറുന്നേ, കൊടുക്കട്ടെ. ഞങ്ങളുടെ ടാക്സിക്കാരൻ വന്നപ്പം മുതൽ കാശെന്ന് മാത്രമേ പുള്ളിക്ക് പറയാനുള്ളൂ. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നത് കേട്ടോ, ഈ മഞ്ഞത്ത്. അല്ലേ, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. ടൈൽസില് മഞ്ഞ് വീണിട്ടാണ് ഈ സംഭവം. നമ്മള് നേരെ 1:30 ഞങ്ങള് ഇത്രയും സാധനം, അതായത് 1, 2, 3, 4, ഇവിടെ 1 5 ബാഗ് മൊത്തം ഇലക്ട്രിക്കൽ സാധനമാണ്. ഇന്ന് സൂപ്പർ ചെക്കിംഗ് ആയിരിക്കും കേട്ടോ. ഡൽഹി ആയിരിക്കും നമ്മളെ. ഡൽഹി അല്ലേ, അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചില്ല ഇത്രയും തിരക്കുണ്ടാവുന്നു. നമുക്ക് ഇന്ത്യക്ക് ഈ സൈഡല്ല, ഇന്ത്യക്ക് അപ്പുറത്തെ സൈഡാ. ഇവിടെ അല്ലടാ. ആര് പറഞ്ഞു ഇന്ത്യക്കോടെ കൗണ്ടർ ഏതാ? ഖത്തർ എയർവേസിനുണ്ടോ ഈ തിരക്ക്? യെസ് ഗൈസ്, ഇവിടുന്ന് പെട്ടി റാപ്പ് ചെയ്തിട്ട് പോകുന്നതാണ് നമുക്ക് നല്ല. പെട്ടി റാപ്പ് ചെയ്യടാ, പെട്ടി റാപ്പ് ചെയ്യാം. 2 പെട്ടി അങ്ങ് റാപ്പ് ചെയ്ത് പോകാനല്ലേ. പെട്ടിക്ക് വലിയ കേടൊന്നുമില്ല, പോകാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ പണിവാളും. ലിബിനെ, അത് ചെയ്തതിന് ശേഷം 2 പെട്ടീനെ സാരി ഉടുപ്പിക്കുവാണെങ്കിൽ നമുക്ക് വലിയ ടെൻഷൻ ഇല്ലാതെ പോവാം കേട്ടോ. സാരി ഉടുപ്പിക്കാം, വെള്ള സാരി. അതിനാ റാപ്പ്, ക്ലിയർ റാപ്പ്. പുറത്തുനിന്ന് 2 റാപ്പ് മേടിച്ച് വിറ്റിയാൽ പോലും ഈ പൈസ ആവില്ലല്ലോ. എത്ര? 1200 കേട്ടോ 2 പെട്ടി. സുലു ബാബായ് തൊയ്ബൈ ബൈ ബൈ, മീറ്റ് അഗൈൻ നെക്സ്റ്റ് ടൈം. ഓക്കെ, കയറിപ്പോട്ടെ ഗൈസ്. ഫൈനലി എമിഗ്രേഷൻ പരിപാടിയും കഴിഞ്ഞു. ഞങ്ങൾ കുപ്പിക്കടയുടെ ഫ്രണ്ടിലെത്തി. കുപ്പിയൊന്നും ഞങ്ങൾ മേടിക്കുന്നില്ല. പിന്നെ കുച്ചിയൊക്കെ ഉണ്ട്, ഒന്നും നമുക്ക് മേടിക്കാൻ പറ്റത്തില്ല. അല്ല, വേറെ കേസ് പറയാം. ചെക്കിംഗ് എന്ന് പറഞ്ഞാൽ പല ചെക്കിംഗ് ആയിരുന്നു. അങ്ങനെ അവസാനം പിന്നെ അവരോട് എന്തൊക്കെ എന്നെ പറഞ്ഞു, അതേപോലെ ഞാനും തിരിച്ചു പറഞ്ഞു. എന്റെ പാസ്പോർട്ട് കൊണ്ട് പോയി. ഞങ്ങളുടെ 3 പേരും പാസ്പോർട്ട് കൊണ്ട് പോയി. ഞങ്ങൾ വിചാരിച്ചത് ഞങ്ങളുടെ പരിപാടിയൊക്കെ പാലില്ല. ഫൈനലി ഞങ്ങൾ ഓവർസ്റ്റേ ആയിരുന്നു ഞങ്ങളുടെ പ്രശ്നം. ഫൈനലി അത് സംഭവം ശരിയായിട്ട്. നമ്മുടെ കൗണ്ടർ ഇതുവരെ തുറന്നിട്ടില്ല. ഫുള്ള് തമിഴ്നാട്ടുകാരാട്ടോ. എന്താ ഏജന്റുമാരാണ്, പോർട്ട് ഏജന്റുമാർ. 60 പേര് ഒരു ടീമായിട്ട് വന്ന ഗ്രൂപ്പ് അല്ലേ? അത് പറയാൻ വേണ്ടി ഞാൻ വരുമായിരുന്നു. പുള്ളിക്കാരൻ അടിച്ച് പൂസായിട്ട് വന്ന ഒരു പെട്ടി, ഒരു കുപ്പി പൊട്ടിച്ച് 10,500 ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അബ്സല്യൂട്ടിന്റെ കുപ്പി. പുള്ളി പൂസെന്ന് വെച്ച പൂസ. എത്ര $? കൊടുത്തേ? ഏകദേശം 6000 അനങ്ങുന്നില്ല. പുള്ളി കൈയൊക്കെ വറക്കാൻ തുടങ്ങി. ഗൈസ്, ആ കാണുന്ന 201 അവിടെയാണ് നമ്മുടെ ഫ്ലൈറ്റ്. ഇവിടെ നേരെ ഡൽഹി നേരെ ചെന്നൈ നേരെ കണ്ണൂർ. 22,000, 23,000, 24,000 അടുത്ത ടിക്കറ്റ് കേട്ടോ പെർ പേഴ്സൺ. വന്ന പോലെ തന്നെ ഒരു മാസം മുന്നേ ഒക്കെ എടുക്കണം 18,000 രൂപ ടിക്കറ്റ്. ഗൈസ്, ബോർഡിങ് തുടങ്ങി കേട്ടോ. ഞങ്ങളെ ഫ്രണ്ടിൽ കയറിയാലേ ഞങ്ങൾക്ക് സാധനങ്ങൾ വെക്കാൻ പറ്റില്ല. അത്യാവശ്യം സാധനമുണ്ട്. ബാക്കിൽ കയറി കഴിഞ്ഞാൽ, ലാസ്റ്റ് കയറി കഴിഞ്ഞാൽ സാധനം വെക്കാൻ സ്ഥലം കിട്ടത്തില്ല കേട്ടോ. ഇതേ കിടക്കുന്നു ഇന്ത്യയിൽ. പിന്നെ പെരിയ അത്യാവശ്യം നല്ല രീതിക്ക് തിരക്കുണ്ട് കേട്ടോ. എൻ്റെ നമ്മളിപ്പം കുന്നംകുളം സ്റ്റാൻഡിൽ കൂടെ ഓടുന്ന അവസ്ഥയാണ്. പെട്ടെന്ന് പറഞ്ഞാൽ മതി, നേരത്തെ പോയി സാധനങ്ങൾ വെക്കട്ടില്ല. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇങ്ങോട്ട് വന്ന അവസ്ഥയാവും. ഗൈസ്, എല്ലാവരും ഫൈനലി ഫ്ലൈറ്റിൽ കയറ്റി കേട്ടോ. ആകെ ഒരു മുറിക്കഷ്ണവും ഈ സാധനമുണ്ട് ഞങ്ങളുടെ കയ്യിൽ. ഗൈസ് നോക്കൂ, ഫൈനലി ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി നേരെ ഡൽഹി. ഫുൾ റോഡ് പോലെ ഇന്ന് സ്നോഫോളാണ്. തൊട്ടപ്പുറത്ത് ലുഫ്തിയാന ഉണ്ട് കേട്ടോ. എല്ലാം റെഡി ആയില്ലടാ? എല്ലാം വെച്ചില്ലേ? റീഫിൽ ചെയ്യുകയെന്ന് പറയുന്നത്. റീഫില്ലല്ലേ? ഇപ്പം വണ്ടി എടുക്കും കേട്ടോ. കറക്റ്റ് 5 ടൈം. ഫുള്ള്
മഞ്ഞാട്ട പുറത്തും അകത്തും എല്ലായിടത്തും. then only we can depart. For that, we will push back to another location, and it will take around 10 minutes for the ലഗേജൊക്കെ വന്നതേ ഉള്ളൂ. ഫുള്ള് സ്നോഫോളാണ്. ഇവിടുന്ന് പിന്നെ ഇവിടുന്ന് സാധനം എടുത്തോണ്ട് അപ്പുറത്തോട്ട് കൊണ്ടുവെക്കണം. എന്നിട്ട് എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറയുന്നത്. എന്നാ അവസ്ഥ നോക്കിയേ, ഫുള്ള് സ്നോഫോൾ ചെയ്തോണ്ടിരിക്കും കേട്ടോ. ഫുള്ള് പ്രത്യേകിച്ച് ഒന്നുമില്ല ഗൈസ്. ഏതാണ്ട് എത്ര 1.5 മണിക്കൂറാണ്, 1.25 മണിക്കൂറായിട്ട് ഫ്ലൈറ്റ് എടുക്കുന്നില്ല. ഭയങ്കര സ്നോഫോളും ഭയങ്കര ബഹളവും പ്രശ്നങ്ങളൊക്കെയാണ്. ഇപ്പോൾ എന്തൊരു വണ്ടി വന്നിട്ടുണ്ട് ഇതിലെന്തോ അടിക്കാൻ വേണ്ടി. എന്തിനും ഡൽഹിയിലും ലേറ്റ് ആയിട്ട്, നമുക്ക് കുഴപ്പമില്ല. 6-6.5 മണിക്കൂർ ലേവർ ഉണ്ട് കേട്ടോ. ഫുള്ള് സ്നോഫോളാണ്. ഈ കാണുന്ന എന്തൊരു വണ്ടിയാണ് ഇപ്പോൾ എന്തോ ചെയ്യാൻ വേണ്ടി പൊക്കി പിടിച്ചോണ്ടൊക്കെ പോകുന്നുണ്ടോ. ഇത് എന്താണാവും, ഇതെന്താടാ? ഒന്നാമത് പുറത്ത് സ്നോ ആയതുകൊണ്ട് ഒരു പിടുത്തമില്ല. ഇതടിക്കുന്നു, ഇതേ വരുന്നു, അടുത്തടുത്തെത്തി. എന്തോ വീശാൻ പോവാട്ടോ. ആ വണ്ടി ഫ്ലൈറ്റിന്റെ മേളിലാടാ. ഫോർഡിന്റെ ട്രക്കാണല്ലോടാ. ആദ്യമായിട്ട് ഞാൻ കെമിക്കൽ വീഴുന്നുണ്ട് കേട്ടോ. ഫുൾ കെമിക്കൽ. നോക്കി നോക്കി നോക്കി, ഫുൾ കെമിക്കല്. എല്ലാം വൃത്തി. ആ ആന്റി ഫ്രീസ് എന്തോ ഓയില കേട്ടോ. ഇതേ വരുന്നു. ചെറിയല്ലടാ ആന്റി ഫ്രീസ് ഓയില കേട്ടോ. ഫൈനലി നമ്മുടെ ഫ്ലൈറ്റ് പോകാൻ വേണ്ടി പോവാണ്. ഫുള്ള് കൂർക്കമ്പലി ആണ്. വെള്ളവടി സുഹൃത്തുക്കളെ, മൊത്തം വെള്ളവടി. ദുരിത തുല്യമായൊരു ഇൻഡിഗോ യാത്ര കഴിഞ്ഞു. സംഭവം വേറെ ഒന്നുമില്ല. അല്ല, ഫുൾ പിന്നെ എന്താ പറയുക, കൂർക്കമ്പലി, വെള്ളവടി ഒന്നും പറയണ്ട. വെള്ളവടി എന്നൊക്കെ പറഞ്ഞാൽ അന്യം വെള്ളവടി ആയിരുന്നു. പരസ്യമായിട്ട് വെള്ളം അടിക്കുന്നുണ്ട്. ഇതൊന്നും പറയണ്ട, കോമഡിയായിരുന്നു. ഞങ്ങൾ നേരെ മേലോട്ട് പോട്ടെ കേട്ടോ. ഇനിയുണ്ട് 2 ഫ്ലൈറ്റ് കയറണം. ഇവിടെ നിന്ന് ഒരെണ്ണം ചെന്നൈ, പിന്നെ ഒരെണ്ണം. എല്ലാം പരിപാടിയും കഴിഞ്ഞ് ഞങ്ങൾ നേരെ പുറത്തിറങ്ങി. ഇനി ഇവിടുന്ന് 7 കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞ് ഡൊമസ്റ്റിക്കിലേക്ക്. അത് അവിടെയാണ് ബസ്. അവിടുന്ന് ബസ് എടുത്ത് വേണം. ടിക്കറ്റ് കാണിച്ചാൽ പൈസ കൊടുക്കണ്ടെന്ന് പറഞ്ഞ്. പില്ലർ നമ്പർ 10 ആട്ടോ നമുക്ക് കിട്ടേണ്ട ബസ്. ഇവിടെ എല്ലാം ടാക്സി അതുപോലുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ്. നമ്മളെ വന്ന് സമീപിക്കാൻ പോകാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഓ, ആ പെട്ടി കവർ ചെയ്തിട്ട് പീഡിപ്പിച്ച അവസ്ഥയാ അല്ലേ? ക്രൂര പീഡനങ്ങൾ ഏറ്റുവാങ്ങി. 2 പെട്ടിയുടെ അവസ്ഥ സെയിം. ഇത് മഞ്ഞ് തൂളിയാട്ടോ വന്നേ, മഞ്ഞ് കുളിച്ച്. ഇത് അവന്മാര് കേട്ടാൽ ഞമ്മക്ക് വിഷമാവും. ഞങ്ങളെ നേരെ പോട്ടെ, പോയി കാര്യങ്ങൾ ഓരോന്ന് ചെയ്യട്ടെ. 11 മണിക്ക് നമ്മളെ ബോർഡിങ്. ഫൈനലി ഞങ്ങൾ ബസ്സിൽ കയറി ഇന്റർനാഷണൽ ഡൊമസ്റ്റിക്കിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ പെട്ടിയൊക്കെ ഇവിടെയുണ്ട്. നല്ല തണുപ്പ് കേട്ടോ പുറത്ത്. നല്ല ഡൽഹി ഡൊമസ്റ്റിക് വന്ന കേട്ടോ. പൂരപ്പറമ്പ്. ഇത് എന്നതാ ഇത്? ഇവിടെ എങ്ങാനും നമ്മൾ സെക്യൂരിറ്റി ചെക്ക് നമ്മുടെ സാധനം പോയി തിരിച്ചു കിട്ടുമല്ലോ കേട്ടോ. വെരി ക്രിട്ടിക്കൽ മൂമെന്റ് ഗൈസ്. നോക്കൂ, ഒരു സംഭവ ബഹുലമായ നിമിഷമായിരുന്നു. ഞങ്ങളുടെ പരിപ്പൂരി എടുത്തു. ഒരു 1 മണിക്കൂർ ചെക്കിങ്, അത് ഇത് ഭയങ്കര വിഷയങ്ങളായിരുന്നു. ഫൈനലി പരിപാടി കഴിഞ്ഞു. ചെന്നൈക്കുള്ള ഫ്ലൈറ്റ് കയറാൻ വേണ്ടി പോകണം. ഇത് സുഖമാട്ടോ. 28,000 ഇല്ല, 23,000 കൊടുത്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഫ്ലൈറ്റൊക്കെ. അങ്ങനെ ഡൽഹി ഡൊമസ്റ്റിക് ഏരിയയിലെത്തി. ഇനിയിപ്പം ഇവിടെ നിന്ന് നമ്മൾ ചെന്നൈക്ക് ഫ്ലൈറ്റ് കയറുന്ന സുഹൃത്തുക്കളെ. പിന്നെ ഷൂ കിടുവല്ലടാ. സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റപ്പ് ഇവിടെ കൊണ്ടുവന്നോട്ടോ. ഫൈനലി ഫ്ലൈറ്റിൽ കയറി ഗൈസ്. ഇനിയിപ്പം ചെന്നൈ. എത്ര മണിക്കൂർ? 4 മണിക്കൂർ. നമ്മൾ വന്ന് 4.5 മണിക്കൂർ അല്ലേ ഗൈസ്. തൊട്ടിപ്പുറത്ത് സ്പൈസ് എവിടുന്നൊക്കെയോ ഏതൊക്കെയോ വലിച്ചോണ്ട് വന്നിട്ടുണ്ട്. ബോയിങ് 747 ഒക്കെ എടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇത് ഏതാ കമ്പനി എന്നുള്ള കറക്റ്റ് അറിയത്തില്ല കേട്ടോ. ഇനിയിപ്പം ചെന്നൈ എത്തിയിട്ട് കാണാം കേട്ടോ. ഗൈസ് നോക്കും, ഞങ്ങളുണ്ടല്ലോ ചെന്നൈ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഞങ്ങളൊരു മാളിലെത്തി. ഞങ്ങൾക്ക് ഒരു അത്യാവശ്യമായിട്ട് മേടിക്കുന്ന സാധനമായിരുന്നു ഒരു പെട്ടി. ഇതില്ലാത്തതിൻ്റെ വിഷമം കുറേ ആയിട്ടുണ്ടായിരുന്നു. യെസ്, അത് മേടിച്ചു കേട്ടോ. ആദ്യം ഞങ്ങൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കേട്ടോ. എൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഈ കാണുന്നൊരു അമേരിക്കൻ ടൂറിസ്റ്റർ ഷോപ്പിൽ നിന്നാണ് ഞങ്ങൾ സാധനം മേടിച്ചത്. ബില്ലടച്ചോണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഗൈസ് ഒരു വിധത്തിൽ അങ്ങനെ ഇമിഗ്രേഷൻ കഴിഞ്ഞ് കയറി. വലിയ കുഴപ്പമില്ലാത്ത ഇമിഗ്രേഷൻ ആയിരുന്നു ഇന്ന്. വലിയ കുഴപ്പമില്ലായിരുന്നല്ലേ ഗൈസ്. ഈ സാധനം മേടിച്ച് നന്നായിട്ടോ. തള്ളിക്കൊണ്ട് നടക്കാം, സുഖമാണ്. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മളങ്ങനെ ഫ്ലൈറ്റിൽ കയറി. നമ്മുടെ കണ്ണൂരിൽ പോകുന്ന ഫ്ലൈറ്റ്. അപ്പോൾ ചെന്നൈയിൽ നിന്ന് ഫ്ലൈറ്റിൽ കയറി. സെബിൻ സൈഡ് സീറ്റ്, ഞാൻ സെൻട്രൽ സീറ്റിൽ. ലിബിൻ സൈഡ് സീറ്റ്. സെബിന് ഇന്ന് ഒരു ഫ്ലൈറ്റിന്റെ അറ്റത്തിരുന്നില്ലെന്ന് പറഞ്ഞ് ഭയങ്കര വിഷമം പറിക്കില്ല. അതിന്റെ ഇടയ്ക്കാണ് കണ്ണിൽ കൂടെ വെള്ളം. ഗൈസ് ഫൈനലി എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. എത്ര പെട്ടിയാടാ? 1, 2, 3,
3 പെട്ടി. വണ്ടി അവിടെ ഞങ്ങളെ കാത്തിപ്പുണ്ട്. പോയി കയറട്ടെ കേട്ടോ. 2 മാസം. जब से मिली हूँ तुमसे है ये दास्तां, खुशियाँ बटोरे ये दिल हर गम से अनजान. ढूंढा था अब तक बस 2 पल का चैन, तुम्हारे आने से है बेहद सुकून. चाहत हुई है तुमसे यूं बेइंतहा, बस है तुम्हारा ही हर वक्त जुनून. कोई तो है खुदा